السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الكريم الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. UAE ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന നേരുള്ള വിശ്വാസം നേരായ ജീവിതം എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഏതാനും സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറുക എന്നതാണ് ഇത്തരമൊരു പ്രഭാഷണത്തിന്റെ ഉദ്ദേശ്യം. വിശ്വാസം അടിസ്ഥാനപരമായി മൗലികമായി മനുഷ്യനെ നന്നാക്കി തീർക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന സ്വാധീന ശക്തിയാണ്. വിശ്വാസത്തിന്റെ സ്വാധീന ശക്തിയില്ലെങ്കിൽ മനുഷ്യൻ അലസവും അലക്ഷ്യവുമായ ജീവിതമായിരിക്കും നയിക്കുക. അതുകൊണ്ടാണ് ലോകത്ത് എല്ലാ മതങ്ങളും വിശ്വാസത്തിന് അടിസ്ഥാനപരമായ ഊന്നൽ നൽകിയിട്ടുള്ളത്. വിശ്വാസം എന്നത് വളരെ പ്രാഥമികമായി അഭൗതികമായ ഒന്നാണ്. ഭൗതികമായ എല്ലാ അതിരുകളുടെയും അപ്പുറത്താണ് വിശ്വാസം. നമ്മുടെ അനുഭവ പരിധികൾക്കപ്പുറത്താണ് വിശ്വാസം. അനുഭവ പരിധികൾക്കപ്പുറത്തുള്ള വിശ്വാസം നമ്മളെ അനുഭവങ്ങളെ സ്വാധീനിക്കണം. നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അത് പ്രതിസ്പന്ദിക്കണം. ഒരു പുഷ്പത്തിന് നിറമുണ്ട്, മണമുണ്ട് എന്നത് വിശ്വാസമല്ല, അനുഭവമാണ്. അപ്പൊ അനുഭവ മണ്ഡലങ്ങൾക്കപ്പുറത്താണ് വിശ്വാസം. അനുഭവ മണ്ഡലങ്ങൾക്കപ്പുറത്തുള്ള വിശ്വാസം നമ്മുടെ അനുഭവങ്ങളെ സ്വാധീനിക്കുന്ന ശക്തിയായി തീരുമ്പോഴാണ് വിശ്വാസം വിശ്വാസമായി തീരുന്നത്. അങ്ങനെയുള്ള ഭക്തനിർഭരവും വിശ്വാസാധിഷ്ഠിതവുമായ ഒന്നിലേക്കാണ് മതം മനുഷ്യനെ നയിക്കുന്നത്. ഇസ്ലാം പ്രത്യേകമായും ഇത്തരമൊരു ജീവിതക്രമത്തെയാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അള്ളാഹു എന്ന ശക്തമായ സാന്നിധ്യത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യമാണ് ആദ്യം ആവശ്യമുള്ളത്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ആലോചനയും ഭയവും ഭക്തിയുമാണ് മനുഷ്യനെ മാറ്റി തീർക്കുന്നത്. ഏകനായ രക്ഷിതാവ്, സർവ്വലോകങ്ങളുടെയും അധിപനായ സർവേശ്വരനായ രക്ഷിതാവ്, അങ്ങനെ ഒരു രക്ഷിതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ. ആകാശലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ ആദ്യ വചനങ്ങളുടെ ആരംഭത്തിൽ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇത്തരമൊരു ദൈവത്തെക്കുറിച്ചാണ്. റബ്ബ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പദം. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ്. ഒരു ഉപ്പയ്ക്കും ഒരു ഉമ്മയ്ക്കും സ്വന്തം കുട്ടിയെ കുറിച്ച് എത്ര അറിയുമോ ആ കുട്ടിയുടെ ജനനം അറിയാം, ജന്മതീയതി അറിയാം, അവന്റെ വളർച്ചയും വളർച്ചയുടെ ഘട്ടങ്ങളും അറിയാം. ആ കുഞ്ഞിച്ചുണ്ടുകൊണ്ട് ഉപ്പ എന്നും ഉമ്മ എന്നും വിളിച്ചതറിയാം. പഠനത്തിന്റെ ക്രമങ്ങൾ അറിയാം, ജീവിത ശൈലി അറിയാം, ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാം, മാർക്കുകൾ അറിയാം. ഓരോ ഘട്ടവും തീയതിയും ഓരോ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അറിയാം. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എത്ര അറിയുമോ അതിലേറെ നമ്മളെ കുറിച്ച് അറിയുന്നവനാണ് സാക്ഷാൽ രക്ഷിതാവ്. ആ സാക്ഷാൽ രക്ഷിതാവിനെ കുറിച്ച് റബ്ബ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത്. ഇനി ആരാണ് ഈ റബ്ബ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ റബ്ബ് എല്ലാ ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും നേർച്ചകളുടെയും വഴിപാടുകളുടെയും പ്രാർത്ഥനകളുടെയും ഉടമയായി തീർന്നത്? ഇതിനെല്ലാം അർഹനായി തീരാനുള്ള കാരണമെന്ത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. സർവ്വലോക മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഖുർആനിന്റെ പ്രഖ്യാപനം, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കുക. ആരെ? റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ സാക്ഷാൽ രക്ഷിതാവിനെ. നിങ്ങളെ സൃഷ്ടിച്ചവനായ, നിങ്ങളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് ഖുർആൻ പറയുന്നു. എന്താണ് ആ രക്ഷിതാവിന്റെ സവിശേഷത? ഒന്നാമത്തെ സവിശേഷത, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്നതാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാകുന്നു. ഇനിയോ വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ അവനാകുന്നു. നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് മുമ്പ് ജനിച്ചു മരിച്ചുപോയ പരസഹസ്രം കോടി മനുഷ്യരെയും സൃഷ്ടിച്ചു. നിങ്ങൾക്ക് ചരിത്രം നൽകിയ, പൈതൃകം നൽകിയ പാരമ്പര്യങ്ങളെ സൃഷ്ടിച്ചു. അതാണ് ആ രക്ഷിതാവിന്റെ സവിശേഷത. ആ രക്ഷിതാവിന് എന്നെ അറിയാം, എനിക്ക് മുമ്പുള്ളവരെ അറിയാം.
ഞാൻ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണവൻ. ഞാൻ ഈ ലോകത്തിൽ നിന്ന് കണ്ണടച്ചാലും എനിക്ക് ശേഷം വരാനിരിക്കുന്ന പരസഹസ്രം കോടി മനുഷ്യരുടെയും പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും കഷ്ടനഷ്ടങ്ങളും കണ്ണുനീരും അറിയുന്നവനും കാണുന്നവനും പരിഹരിക്കുന്നവനുമാണ് സാക്ഷാൽ രക്ഷിതാവ്. ആ സാക്ഷാൽ രക്ഷിതാവാണ് സർവ്വ ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഉടമയെന്നും അവനിലേക്കാണ് മനുഷ്യന്റെ എല്ലാ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും പോകേണ്ടത് എന്നും നിർബന്ധമുണ്ട്. അത് സർവ്വമതങ്ങളും സർവ്വ വേദപുരാണങ്ങളും ഋഷിമാരും ഉപനിഷത്തുക്കളും കൈമാറിയ ഒരു സന്ദേശമാണ്. കാരണം അത് ഈ പ്രപഞ്ചത്തിന്റെ സത്യമാണ്. ഇസ്ലാം ആദ്യമായി കൊണ്ടുവന്ന ഒന്നല്ല, അത് ഈ പ്രപഞ്ചത്തിന്റെ സത്യമാണ്. അതിനെ ദൃഢമാക്കുകയായിരുന്നു ഇസ്ലാം. പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പല സ്വാധീനങ്ങളിൽപ്പെട്ട് മനുഷ്യൻ തെറ്റിപ്പോവുകയും തെറിച്ചു പോവുകയും ചെയ്ത അടിസ്ഥാനപരമായ വിഷയം ഇതായിരുന്നു. സാക്ഷാൽ രക്ഷിതാവിന് ആരാധനകളും അനുഷ്ഠാനങ്ങളും നൽകുക എന്ന അടിസ്ഥാനപരമായ ദൗത്യ നിർവഹണത്തിൽ നിന്നാണ് എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള മനുഷ്യർ തെറ്റിപ്പോയിട്ടുള്ളത്. അതായിരുന്നു പ്രവാചകന്മാർക്ക് അഖിലവും നിർവഹിക്കുവാനുണ്ടായിരുന്ന അടിസ്ഥാനപരമായ ദൗത്യവും. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല, നാം അല്ലാതെ ഒരു രക്ഷിതാവില്ല, നിങ്ങൾക്ക് ആരാധിക്കുവാൻ ഞാനേയുള്ളൂ എന്ന സന്ദേശം കൈമാറിക്കൊണ്ടല്ലാതെ അള്ളാഹുവാണ് സർവ്വ ആരാധനകളുടെയും ഉടമ എന്ന്, സർവ്വ ആരാധനകൾക്കും അർഹൻ എന്ന സന്ദേശമായിരുന്നു സർവ്വ പ്രവാചകന്മാരും ലോകത്തിന് കൈമാറിയിട്ടുള്ളത്. പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പല ശൈലികളിൽ പല സമൂഹങ്ങളോട് പല പ്രവാചകന്മാർ കൈമാറിയ വിഷയം ഒന്നായിരുന്നു. 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് ജയിക്കുന്ന കുട്ടി 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 1-ാം ക്ലാസ്സിലെ പാഠങ്ങളല്ല, 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 1-ാം ക്ലാസ്സിലെ പാഠങ്ങളുടെ ബാക്കിയാണ്. പക്ഷേ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണം ഇങ്ങനെയായിരുന്നില്ല. 1-ാമത്തെ പ്രവാചകൻ എന്തൊരു കാര്യമാണോ പ്രബോധനം ചെയ്തത്, അതേ കാര്യമാണ് 2-ാമത്തെ പ്രവാചകനും പ്രബോധനം ചെയ്യാനുണ്ടായിരുന്ന അടിസ്ഥാനപരമായ വിഷയം. അത് പ്രവാചകന്മാർ, ഋഷിമാർ, മഹർഷിമാർ, വേദപുരാണങ്ങൾ എല്ലാം ഈ അടിസ്ഥാനപരമായ സന്ദേശത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ ക്ഷണിക്കുന്നുണ്ട്. അന്തം തമഹ പ്രവിസന്ധിയെ സംഭൂതി മുപാസതേ എന്ന് വേദം പറയുന്നു. സംഭൂതിയായ എന്തിനെ ഉപാസിക്കുന്നവനും വ്യക്തമായ അന്ധകാരത്തിലാകുന്നു. സംഭൂതി എന്ന് പറഞ്ഞാൽ ജനനത്തീയതിയും മരണത്തീയതിയും ഉള്ളതെല്ലാം സംഭൂതിയാണ്. തുടക്കവും ഒടുക്കവും ഉള്ളതെല്ലാം സംഭൂതിയാണ്. അങ്ങനെയെങ്കിൽ അസംഭൂതിയായവൻ ഒന്നു മാത്രമാണ്, അതാണ് സാക്ഷാൽ രക്ഷിതാവ്. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട്. മനുഷ്യൻ ആശ്രയമായി കരുതുകയും അവലംബമായി സ്വീകരിക്കുകയും പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നേർച്ചകളും വഴിപാടുകളും കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് പുണ്യകേന്ദ്രങ്ങൾ. ആ പുണ്യകേന്ദ്രങ്ങളുടെ, ആൾ ദൈവങ്ങളുടെ അടിസ്ഥാനപരമായ അയോഗ്യത എന്ത് എന്നാലോചിക്കുമ്പോൾ അപ്പോഴാണ് സാക്ഷാൽ രക്ഷിതാവ് അവനെക്കുറിച്ച് പറഞ്ഞ യോഗ്യതയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് കാണുന്ന ദൈവങ്ങൾ, ഇന്ന് പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവങ്ങൾ, അവരുടെ ഏറ്റവും വലിയ അയോഗ്യത വേദം പറഞ്ഞതുപോലെ അവർ സംഭൂതിയാണ് എന്നതാണ്. അവർക്കൊരു തുടക്കമുള്ളതുപോലെ ഒരൊടുക്കവുമുണ്ട്, ഒരു ജനനമുള്ളതുപോലെ ഒരു മരണവും കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ ആരാധനകൾക്ക്, പ്രാർത്ഥനയ്ക്ക് അർഹരല്ല. 1923 നവംബർ മാസം 26-ാം തീയതി കർണാടകയിലെ ഗോപാലപ്പള്ളി എന്ന ഗ്രാമത്തിൽ പെദ്ദവങ്കപ്പ രാജുവിന്റെയും ഈശ്വരാമ്മയുടെയും മകനായി ജനിച്ച പെദ്ദവങ്കപ്പ നടരാജൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രാർത്ഥനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആശ്രയ കേന്ദ്രമാണ്. എന്നാൽ 1923 നവംബർ മാസം 26-ാം തീയതിക്ക് മുമ്പ് ഇങ്ങനെ ഒരാളെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും പരിചയമില്ല. 1956 ജൂലൈ മാസം കൊല്ലം ജില്ലയിലെ പറയക്കടവ് എന്ന മുക്കുവ ഗ്രാമത്തിൽ ദമയന്തി അമ്മയുടെ മകളായി ജനിച്ച സുധാമണി എന്ന് പറഞ്ഞ പെൺകുട്ടി ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാണ്, അവലംബമാണ്, പ്രാർത്ഥനകളുടെ കേന്ദ്രമാണ്. ആ ജനനത്തീയതിക്ക് മുമ്പ് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പരിചയമില്ല. അപ്പോഴാണ് ബുദ്ധിയുടെ ഒരു ചോദ്യം വരുന്നത്, ഇവരുടെ മുമ്പ് ആരായിരുന്നു മനുഷ്യരുടെ പ്രാർത്ഥനകൾ കേട്ടത്? ഇവരുടെ മുമ്പ് ആരായിരുന്നു മനുഷ്യന്റെ വേദനകൾക്ക് പരിഹാരം കണ്ടത്? ആരായിരുന്നു മനുഷ്യന്റെ കഷ്ടപ്പാടിനും കണ്ണുനീരിനും മറുമരുന്ന് നൽകിയത്? അവനാണ് സാക്ഷാൽ രക്ഷിതാവ്. ആ സാക്ഷാൽ രക്ഷിതാവിലേക്ക് ഒരാൾക്ക് അടുക്കുവാൻ ഒരു മറയുടെയും മധ്യസ്ഥതയുടെയും ആവശ്യമില്ല.
ഒരു പുണ്യപുരുഷനോ പുണ്യകേന്ദ്രമോ പുണ്യവൃക്ഷമോ പുണ്യസ്ഥലമോ ആവശ്യമില്ല. മനുഷ്യന്റെ സ്വന്തവും സ്വകാര്യവുമായ സന്ദർഭങ്ങളിൽ പോലും അവന്റെ ജീവനാഡിയേക്കാൾ അടുത്തടുത്ത് നിൽക്കുന്ന സാക്ഷാൽ രക്ഷിതാവിനെ കുറിച്ചുള്ള ഭയവും ഭക്തിയുമാണ്, വിശ്വാസമാണ് അടിസ്ഥാനപരമായി മനുഷ്യനെ മാറ്റി തീർക്കുന്നത്, മനസ്സിനെ സ്വാധീനിക്കുന്നത്. അങ്ങനെ സ്വാധീനിക്കപ്പെട്ട മനസ്സിലാണ് നന്മകൾ പൂത്തുലയുന്നത്. അങ്ങനെ ഒരു മനുഷ്യ സമൂഹത്തെയാണ്, അങ്ങനെ നന്മകൾ കൊണ്ട്, മൂല്യബോധം കൊണ്ട്, സംസ്കാരശീലങ്ങൾ കൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന വ്യക്തിയെയാണ് വിശ്വാസം അടിസ്ഥാനപരമായി ഊന്നി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ വാർത്തെടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു കുടുംബം സാധിക്കുമ്പോഴാണ് സമൂഹം സ്വസ്ഥമാകുന്നത്. അടിസ്ഥാനപരമായി വിശ്വാസം ഊന്നുന്ന വിഷയം ഇതാണ് എന്ന് അർത്ഥം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് മതം ആവശ്യപ്പെടുന്നത്. മൂല്യബോധമുള്ള ഒരു സമൂഹം, ജീവിതം സംസ്കരിക്കപ്പെടുന്ന ഒരു സമൂഹം, അങ്ങനെയുള്ള സമൂഹത്തെയാണ് ഇസ്ലാം സൃഷ്ടിച്ചെടുത്തത്. വിശുദ്ധ ഖുർആനിന്റെ പരിവർത്തന പ്രക്രിയ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ആദ്യം പരീക്ഷിച്ചത്. ഒരു സമൂഹത്തിന് എന്തെല്ലാം തിന്മകൾ ചെയ്യാമോ അതെല്ലാം ചെയ്തിരുന്ന ഒരു സമൂഹം, നീതിയോ നിയമമോ ഇല്ലാതിരുന്ന ഒരു സമൂഹം, നന്മ എന്താണെന്ന് അറിയാതിരുന്ന ഒരു സമൂഹം, മൂല്യബോധത്തെ സമൂലമായി തിരസ്കരിച്ച ഒരു സമൂഹം, അവിടെയായിരുന്നു ഇസ്ലാമിന്റെ പരിവർത്തന പ്രക്രിയയുടെ തുടക്കം. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും നടന്നൊരാ ഗോത്രക്കുറുമ്പിനെ, കാട്ടുക്രൗര്യങ്ങളെ സാന്ത്വന സംഗീതമായി മാറ്റിയ പ്രവാചക എന്ന് ഒരു കവി പാടിയിട്ടുണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും നടന്നൊരാ ഗോത്രക്കുറുമ്പിനെ, കാട്ടുക്രൗര്യങ്ങളെ സാന്ത്വന സംഗീതമായി മാറ്റിയ പ്രവാചക തിരുമേനിയുടെ ഏകകം മാനദണ്ഡം വിശുദ്ധ ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആൻ പകർന്ന സത്യവിശ്വാസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു തുള്ളി കള്ളിനും ഒരു പെണ്ണിനുമൊക്കെ വേണ്ടി നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറബിക്കൂട്ടം. ആ അറബിക്കൂട്ടത്തെയാണ് ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഏകോദര സഹോദരന്മാരാക്കി അള്ളാഹു വിശുദ്ധ ഖുർആൻ കൊണ്ട് മാറ്റി തീർത്തത്. ഒരു തുള്ളി കള്ളിനും ഒരു തരി മണ്ണിനും ഒരു പെണ്ണിനുമൊക്കെ വേണ്ടി തലമുറകളോളമായിരുന്നു അവരുടെ വൈരാഗ്യം നിലനിന്നിരുന്നത്. പകയും പോരും തലമുറകളോളം നിലനിർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറബിക്കൂട്ടം. നീതിയോ നിയമമോ ഇല്ലാതിരുന്ന കാട്ടറബികളാണ് നിയമം പാലിക്കുന്ന ഭരണാധികാരികളായി മാറിയത്. നീതിയോ നിയമമോ ഇല്ലാതിരുന്നവർ നിയമത്തിന്റെ കാവൽക്കാരായി മാറിയ ചരിത്രമാണ് 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ പരിവർത്തനം കൊണ്ട് സാധിച്ചത്. ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള അറേബ്യൻ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് ഡാർക്ക് ഏജ് എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ജാഹിലിയത്ത് എന്നാണ്. ജാഹിലിയത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിവരമില്ലായ്മ എന്നാണ്, വിജ്ഞാനമില്ലായ്മ എന്നാണ്. വിജ്ഞാനമില്ലായ്മയായ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇസ്ലാം വന്നു എന്ന് പറഞ്ഞാൽ, വിജ്ഞാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഇസ്ലാം വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിജ്ഞാനമില്ലാത്ത കാലഘട്ടത്തിലേക്ക് വിജ്ഞാനം വന്നു എന്നാണ്. എങ്കിൽ എന്തായിരുന്നു ആ വിജ്ഞാനം? അവർക്ക് ലഭിച്ച പുതിയ ഒരു ജ്ഞാനം എന്തായിരുന്നു? ഇതുവരെയും അവർക്ക് ലഭിക്കാത്ത ഒരു വെളിച്ചം അവർക്ക് പ്രവാചക തിരുമേനി വന്നതിലൂടെ ലഭിച്ചു. ആ വെളിച്ചം എന്തായിരുന്നു? ആ വെളിച്ചം മറ്റൊന്നുമായിരുന്നില്ല, സാക്ഷാൽ രക്ഷിതാവിനെ കുറിച്ചുള്ള തികഞ്ഞ ബോധ്യമായിരുന്നു, തികഞ്ഞ അറിവായിരുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയുക അല്ലാഹുവല്ലാതെ രക്ഷിതാവില്ല എന്ന്. ഈ ജ്ഞാനമാണ് അവർക്ക് ലഭിച്ചത്. 10 നേരം മദ്യം കുടിച്ചിരുന്ന ആളുകൾ, 10 നേരം മദ്യപിച്ചിരുന്നവരായ ആളുകൾ 5 നേരം നമസ്കരിക്കുന്നവരായി മാറിയ പരിവർത്തന പ്രക്രിയ. അള്ളാഹു കാണുകയില്ലേ എന്ന ആലോചന കൊണ്ട് ഉള്ളം സംസ്കരിക്കപ്പെട്ട പ്രക്രിയ. അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള അറിവും ബോധവും ഭക്തിയും കൊണ്ട് മനുഷ്യൻ മാറിയ ചരിത്രമായിരുന്നു അത്. ഇടയക്കുടിയിലെ ബാലികയോട് ഉമ്മ പറയുന്നു പാലിൽ വെള്ളം ചേർക്കണമെന്ന്. പാലിൽ വെള്ളം ചേർക്കുവാൻ ഉമ്മ പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ഉമ്മ ഭരണാധികാരിയായ ഖലീഫയായ ഉമർ കാണുമെന്നാണ്. അപ്പോൾ ഉമ്മയുടെ പ്രതികരണം, മോളെ ഈ പാതിരാവിൽ എങ്ങനെയാണ് ഖലീഫ അത് കാണുന്നത്? ഖലീഫ അയാളുടെ വീട്ടിൽ സുഖകരമായി ഉറങ്ങുന്ന സമയമല്ലേ മോളെ എന്നാണ്. എന്നാൽ ആ മകളുടെ, ഇടയക്കുടിയിലെ ആ പിഞ്ചു ബാലികയുടെ രണ്ടാമത്തെ ഒരു മറുപടിയുണ്ട്. ആ മറുപടി, ഉമ്മ ഖലീഫ ഉമർ കാണുകയില്ലെങ്കിലും അള്ളാഹു കാണുകയില്ലേ എന്നാണ്. അള്ളാഹു കാണുകയില്ലേ എന്ന്, അള്ളാഹു കാണുകയില്ലേ എന്ന വിശ്വാസവും
അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുമാണ് 6-ാം നൂറ്റാണ്ടിനെ മാറ്റിപ്പണിതത്. പുതിയൊരു സമൂഹമായി, പുതിയ ഒരു മനസ്സായി, മനസ്സിനുടമകളായി അവരെ മാറ്റിയത് അള്ളാഹുവിനെ കുറിച്ചുള്ള തികഞ്ഞ ബോധ്യമായിരുന്നു എന്നർത്ഥം. വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നവർ അതേ കൈകൾ കൊണ്ട് വിഗ്രഹങ്ങളെ തച്ചുടച്ചു. മദ്യം മോന്തിയിരുന്ന ആളുകൾ അതേ കൈകൾ കൊണ്ട് മദ്യത്തിന്റെ വീപ്പകൾ തച്ചുടച്ചു എന്ന് ചരിത്രം പറയുന്നു. തച്ചുടക്കപ്പെട്ട കള്ളിന്റെ വീപ്പകളിൽ നിന്ന് കള്ള് അവരുടെ വീടിന്റെ മുമ്പിലൂടെ ഒഴുകി എന്നാണ് ചരിത്രം. അവിടെ അവസാനിക്കുന്നില്ല ചരിത്രം. ഒരുപാട് കാലഘട്ടത്തിന് ശേഷം ഒരു സ്വഹാബി വര്യൻ സഹചരൻ വന്ന് പ്രവാചക തിരുമേനിയോട് ചോദിക്കുന്നു, അല്ലയോ പ്രവാചകരെ, കാലം കുറെ കഴിയില്ലേ, മദ്യത്തിന്റെ മധുരം നുണയാനുള്ള ഒരു മോഹമുണ്ട്, അനുവദിക്കുമോ റസൂലേ എന്നല്ല. പ്രവാചകരെ, അന്ന് കള്ളൊഴിവാക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ ദിവസം ഞങ്ങൾ കള്ളിന്റെ വീപ്പകൾ തച്ചുടച്ചിരുന്നു റസൂലേ. തച്ചുടക്കപ്പെട്ട കള്ളിന്റെ വീപ്പകളിൽ നിന്ന് കള്ള് ഞങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒഴുകിയിരുന്നു റസൂലേ. മദ്യത്തിന്റെ മധുരം നുണഞ്ഞ് പൊന്തി വന്ന സസ്യലതാദികൾ തിന്ന ഒട്ടകത്തിന്റെ മാംസം ഞങ്ങൾക്ക് ഹറാമാണോ ഹലാലാണോ റസൂലേ? ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ഹറാമാണോ ഹലാലാണോ റസൂലേ? അനുവദനീയമാണോ അനുവദനീയമല്ലേ റസൂലേ? ഒന്നാലോചിച്ചു നോക്കുക. ഇതാണ് മാറ്റം. കാലം കുറെ പിന്നിട്ടപ്പോൾ മദ്യത്തിന്റെ മധുരം നുണയാനുള്ള മോഹമല്ല ഉണ്ടായത്. മദ്യം എന്ന ഹറാമിന്റെ സർവസ്പർശങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള അത്യാർത്തിയാണ് ആ മനസ്സിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയത്. ഇതാണ് വിശ്വാസമുണ്ടാക്കുന്ന പരിവർത്തന പ്രക്രിയ എന്നർത്ഥം. ചുരുക്കത്തിൽ നേരായ വിശ്വാസമാണ് നേരുള്ള, നന്മയുള്ള, നെറിയുള്ള ജീവിതം സാധിപ്പിച്ചു തരുന്നത് എന്ന് നമുക്ക് സംഗ്രഹിക്കാം. തിന്മകൾ കൂലം കുത്തിയൊഴുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപങ്ങൾ പൂത്തു നിൽക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മളും നമ്മുടെ മക്കളും കുടുംബവും സമൂഹവും ഉള്ളത്. എങ്ങനെയാണ് ഈ പാപങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കുന്നത്? തിന്മയിൽ നിന്ന് അകലുവാനും അതേ തിന്മയോട് പോരാടുവാനും നമുക്കുള്ള ശക്തി എന്തിൽ നിന്നാണ് ലഭിക്കുക? എന്താണ് നമുക്ക് പ്രേരകമായി തീരുക? എന്തൊരു ശക്തിയുടെ, എന്തൊരു സാന്നിധ്യത്തിന്റെ ബിംബമാണ് തിന്മകൾക്കെതിരെയുള്ള സമരത്തിലും പോരാട്ടത്തിലും നമ്മുടെ ഉള്ളിൽ ആവേശമായി തിളച്ചു പൊന്തേണ്ടത്? അങ്ങനെ ആവേശമായി തിളച്ചു പൊന്തേണ്ട സ്വാധീന ശക്തിയുടെ പേരാണ് ഈമാൻ അഥവാ സത്യവിശ്വാസം. 1000 തെങ്ങുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരൊറ്റ കമുങ്ങായി തന്നെയാണ് വളരുക. ഒന്ന് തെങ്ങായി കളയാമെന്ന് കമുങ്ങ് വിചാരിക്കാറില്ല. എല്ലാ തെങ്ങുകളിലും തേങ്ങയാണല്ലോ കായ്ക്കുന്നത്, എന്നിലും ഒന്ന് തേങ്ങ കായ്ച്ചു കളയാമെന്ന് കമുങ്ങ് ആഗ്രഹിക്കാറില്ല. കമുങ്ങിന്റെ അസ്തിത്വം നിലനിർത്തും. കമുങ്ങിന്റെ പാരമ്പര്യവും പൈതൃകവും വ്യക്തിത്വവും കെടാതെ കാത്തു സൂക്ഷിക്കുന്നു. ഇതുപോലെയാണ് വിശ്വാസം ഉൾക്കൊണ്ട ഒരു വ്യക്തിക്ക് സാധിക്കുന്ന ശക്തിയും സാന്നിധ്യവും. ഒന്നിനോട് പൊരുത്തപ്പെടാൻ, ഒരു തിന്മയോടും സമരസപ്പെടാൻ അയാൾക്ക് സാധിക്കുകയില്ല. തിന്മയോടുള്ള സമരവും തിന്മയോടുള്ള പോരാട്ടവുമാണ് അയാൾക്ക് ഊക്ക് നൽകുന്നത്. ഒഴുകി നീങ്ങുന്ന ഒരു പ്രവാഹം, ആ പ്രവാഹത്തിലേക്ക് നിങ്ങൾ ഒരു ശവത്തെ കൊണ്ടുപോയിട്ട് നോക്കൂ. ശവം മനോഹരമായി നീന്തി നീങ്ങുന്നത് കാണാം. ഒഴുക്കിൽ നീന്തുവാൻ ശവത്തിനെ കൊണ്ടും സാധിക്കും, പക്ഷേ ഒന്ന് തിരിച്ചൊഴുകാൻ ശവത്തെ കൊണ്ട് സാധിക്കുകയില്ല. തിരിച്ചൊഴുകണമെങ്കിൽ ജീവൻ വേണം. അങ്ങനെ തിരിച്ചൊഴുകുവാനുള്ള ജീവന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഈമാൻ അഥവാ സത്യവിശ്വാസം. പാപങ്ങൾ പൂത്തു നിൽക്കുന്ന സാഹചര്യങ്ങളിലും തിന്മകൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളിലും പാപവൃത്തികളുടെ സ്വരവും പാപവൃത്തികളുടെ കാഴ്ചയും പാപവൃത്തികളുടെ സമൂഹ സാഹചര്യവുമുള്ള സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിക്ക് തിരിച്ചൊഴുകുവാനുള്ള ശക്തിയുടെ പേരാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ആ സത്യവിശ്വാസം കൈവരുത്തുന്ന നെഞ്ചൂക്കും, ആ സത്യവിശ്വാസം കൈവരുത്തുന്ന ചങ്കുറപ്പുമാണ് സത്യവിശ്വാസിക്ക് കേടുപറ്റാതെ കളങ്കങ്ങളില്ലാതെ ജീവിക്കുവാൻ പ്രേരണ നൽകുന്നത്. എയ്ഡ്സും എബോളയും സിഫിലിസും പറങ്കിപ്പുണ്ണും വരുമെന്നത് കൊണ്ടല്ല അവിഹിതമായ ശരീര സമ്പർക്കങ്ങളിൽ നിന്ന് ഒരു സത്യവിശ്വാസി മാറി നിൽക്കുന്നത്. അള്ളാഹു കാണും എന്ന വിശ്വാസമാണ്. ഇടയക്കുടിലെ പെൺകുട്ടി പറഞ്ഞതുപോലെ അള്ളാഹു കാണുകയില്ലേ എന്ന വിശ്വാസം കൊണ്ട് മനസ്സിന് ലഭിക്കുന്ന അനിതരമായ അനവദ്യസുന്ദരമായ ഭക്തിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ സുഖം. കരൾ രോഗം വരുമെന്നത് കൊണ്ടല്ല ഒരു സത്യവിശ്വാസി മദ്യപിക്കാത്തത്, മറിച്ച് അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന ഒരു വിശ്വാസമാണ്. ശിക്ഷ ഭയം നൽകുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം സത്യവിശ്വാസിക്ക് എങ്ങനെയാണോ ഉള്ളത്, അതുപോലെ ആ അള്ളാഹു ഒരുക്കിയ ശിക്ഷയും അവന്റെ മുന്നിൽ ഭയമായി തീരുന്നു.
തീയിനെ കുറിച്ച് അറിയാത്ത ഒരു കുട്ടി തീയിൽ പോയി തൊടുന്നു. അപ്പോൾ അറിയുന്നു തീ ചൂടാണ്, അത് പൊള്ളിക്കുന്നതാണ് എന്ന്. സിംഹത്തെ കുറിച്ച് അറിയുന്ന ഒരാൾ സിംഹത്തിൽ നിന്ന് അകലുന്നു. തീയിനെ കുറിച്ച് അറിയുന്ന ഒരാൾ തീയിൽ നിന്ന് അകലുന്നു. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നു. ആ അടുപ്പവും ആത്മബന്ധവും കൊണ്ട് ലഭിക്കുന്ന സംശുദ്ധിയാണ് വിശ്വാസം കൈവരുത്തുന്ന ഏറ്റവും വലിയ ഭാഗം എന്നർത്ഥം. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള തികഞ്ഞ ബോധ്യമാണ് വിശ്വാസത്തിന്റെ മൗലികമായ വശം. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം കൊണ്ട് നമ്മുടെ അവയവങ്ങൾ ശുദ്ധമാവണം, നമ്മുടെ വിചാരങ്ങൾ ശുദ്ധമാവണം, നമ്മുടെ ജീവിതം സംശുദ്ധമായി നിർമ്മലമായി നിലനിൽക്കണം. തിന്മകളെ കുറിച്ചുള്ള വേദസങ്കല്പം തിന്മകൾ തീയാണ് എന്നാണ്. തിന്മകൾ ജീവിതത്തെ കരിച്ചു കളയുന്ന തീയാണ് എന്ന് വേദങ്ങൾ പറയുന്നു. രായി അഗ്നേ മഹേത്വ ദാനായ സമിധി മഹേ ഈ ഡിശ്വ ഈ മഹേവൃഷ ദ്യാവഹോത്രായ പൃഥ്വി. അഗ്നി എങ്ങനെയാണോ വിറകിനെ തിന്നു തീർക്കുന്നത്, അതുപോലെയാണ് മനുഷ്യന്റെ ഉള്ളിലെ സംസ്കാരശീലങ്ങളെ തിന്മ കാർന്നു തിന്നുന്നത് എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. അഥർവവേദത്തിൽ അപ്രകാരം ഒരു വചനമുണ്ട്. അപ്രകാരം തന്നെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 43 വരെ മുതലുള്ള വചനങ്ങളിൽ പറയുന്ന സുപ്രധാനമായ മറ്റൊരു സംഗതിയുണ്ട്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ആ കണ്ണിനെ നീ ചൂഴ്ന്നെടുക്കുക. കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അന്ധനായി സ്വർഗത്തിൽ പോകുന്നതാണ്. നിന്റെ കാത് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ആ കാത് നീ പിഴുതു മാറ്റുക. കാതുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ബധിരനായി സ്വർഗത്തിൽ പോകുന്നതാണ്. നിന്റെ കാല് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ആ കാല് നീ വെട്ടിമാറ്റുക. കാലുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി സ്വർഗത്തിൽ പോകുന്നതാണ്. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള, തിന്മയുടെ തീയിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള പ്രേരണയാണിത്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ തുഹിർ ഖൽബി മിനൻ നിഫാഖ്, എന്റെ ഹൃദയത്തെ എല്ലാ കാപ്പട്യങ്ങളിൽ നിന്നും നീ ശുദ്ധീകരിക്കണമേ. എന്റെ ഹൃദയത്തെ എല്ലാ കാപ്പട്യങ്ങളിൽ നിന്നും നീ കഴുകി വൃത്തിയാക്കണമേ. വലിസാനി മിനൽ ഖദിബി, എന്റെ നാവിനെ എല്ലാ കളവുകളിൽ നിന്നും കള്ളങ്ങളിൽ നിന്നും നീ പരിശുദ്ധമാക്കണമേ. വഅമലി മിനൽ റിയാ, അല്ലാഹുവേ എന്റെ കർമ്മങ്ങൾ നിന്നെ കാണിക്കുവാനാണ്, മറ്റൊരാൾ അറിയണമെന്ന് മറ്റൊരാൾ അഭിനന്ദിക്കണമെന്ന് ഉള്ള ഒരു മോഹത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. എന്റെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കണമേ. വഅൈനി മിനൽ ഖിയാന, എന്റെ കണ്ണിനെ എല്ലാ കള്ളസഞ്ചാരങ്ങളിൽ നിന്നും നീ ശുദ്ധീകരിക്കണമേ. വഇന്നക തഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫിസ് സുദൂർ, അല്ലാഹുവേ കണ്ണിന്റെ കള്ളസഞ്ചാരങ്ങൾ അറിയുന്നവൻ നീയാണ്, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവൻ നീയാണ് എന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളറിയുന്നവനാണ് രക്ഷിതാവ്. റബ്ബുക്കും യഅലമു ബിമാ ഫീ നുഫൂസിക്കും വഇൻ തുബ്ദു മാ ഫീ സുദൂരിക്കും ഔ തുഖ്ഫു യുഹാസിബുക്കും ബിഹില്ലാ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ പുറത്തു പറഞ്ഞാലും അകത്തു തന്നെ വെച്ചാലും അതറിയുന്നവനാകുന്നു രക്ഷിതാവ്. നമ്മുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന, ജീവനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്ന ആ രക്ഷിതാവിനെ കുറിച്ചുള്ള അറിവ് ആണ്, ആ രക്ഷിതാവിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഭക്തിയും ഭയവുമാണ് ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയ എന്നർത്ഥം. ഇങ്ങനെ അവയവങ്ങൾ ശുദ്ധമായിട്ടുള്ള, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇന്ദ്രിയ നിഗ്രഹമുള്ള മനുഷ്യന്, ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നീടും ആപത്ത് നിർണയമോർത്തുകാൺ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നു കൂടും നിജ സൗഖ്യങ്ങളേതുമേ എന്ന് എഴുത്തച്ഛന്റെ രാമായണ കിളിപ്പാട്ടിലുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് വശനായ ഒരു മനുഷ്യൻ, കണ്ണ് കണ്ണിന്റെ വഴിക്ക് പോകുന്നു, കാത് അനിയന്ത്രിതമായി സഞ്ചരിക്കുന്നു, ഹൃദയ വിചാരങ്ങൾക്കോ കർമ്മ വഴികൾക്കോ യാതൊരു നിർബന്ധമോ നിബന്ധനയോ ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അയാൾക്ക് അപകടങ്ങളെ വരൂ. എന്നാൽ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാൻ കഴിയുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ ഉടമയാകാൻ കഴിയുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ അടിമയല്ല ഇന്ദ്രിയങ്ങളുടെ ഉടമയാകാൻ കഴിയുമ്പോൾ, അള്ളാഹുവിന്റെ അടിമയാകാൻ കഴിയുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് കൈവരുന്ന ആത്മബലവും സംശുദ്ധിയും വിശ്വാസം കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സുഖമാണ് എന്നർത്ഥം. നമ്മുടെ തലമുറ, പുതിയ തലമുറ, അവരെ കുറിച്ച് നമുക്കൊരുപാട് ആധിയുണ്ട്. നമ്മുടെ തലമുറ വളരുന്നത് തിന്മകൾ കൊണ്ട് പൊതിഞ്ഞുകെട്ടിയ ഒരു സമൂഹത്തിലാണ്. അവരുടെ കണ്ണും അവരുടെ കാതും അവരുടെ ജീവിത വഴികളുമെല്ലാം പാപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടാൻ, പ്രലോഭിപ്പിക്കപ്പെടാൻ, വശീകരിക്കപ്പെടാൻ
എളുപ്പമുണ്ട്. കാണുവാനുള്ളതും കേൾക്കുവാനുള്ളതും ആസ്വദിക്കുവാനുള്ളതുമെല്ലാം തിന്മയുടേത് മാത്രമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. തിന്മകൾ കൂലം കുത്തി ഒഴുകുന്നു, നന്മയുടെ സ്വരങ്ങൾ കുറഞ്ഞു പോകുന്നു, നന്മ എന്ന് പറഞ്ഞ് കാണുവാനുള്ളത് കുറഞ്ഞു പോകുന്നു, നന്മയിലേക്ക് വിളിക്കുന്നവർ കുറഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായും എങ്ങനെയാണോ ഒരു തലമുറ വളരുക, അങ്ങനെയാണ് ഇന്ന് നമ്മുടെ തലമുറ വളരുന്നത്. അവനിതൊക്കെയും വെറും തമാശയാണ്, അവഗണനയാണ് അവന്റെ കൺകളിൽ. അവനൊരു മുഴുപ്പിരിയനെന്ന് അപഹസിക്കുന്ന ദിജിതംബര, അവൻ 20-ാം ശതകത്തിൽ അനാൾജിനാകുന്നു പ്രധാന ഭക്ഷണമെന്ന് അക്കിത്തം പാടിയതുപോലെ ഒക്കെയും ഒരു തമാശയായി അയഥാർത്ഥമായ ജീവിത വഴികളിലൂടെയാണ് നമ്മുടെ തലമുറ വളരുന്നത്. മൂല്യബോധമുള്ള ഒരു തലമുറ വളരണമെങ്കിൽ മുലപ്പാല് എങ്ങനെയാണോ നൽകുന്നത് അപ്രകാരം ധാർമ്മികവും സംസ്കാരശീലങ്ങളുമുള്ള ഒരു ജീവിതത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടാൻ സാധിക്കണം. കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നത് പോലെ അത്രയും ഹൃദ്യമായി മക്കൾക്ക് നന്മയുടെ മാർഗദർശനങ്ങൾ നൽകുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ മക്കൾ തിന്മയോട് പൊരുതുന്നവരും തിന്മയുടെ തീയിൽ നിന്ന് അകലുന്നവരുമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഇത്തരം ഒരു ക്യാമ്പയിന് കൊണ്ട് ഇസ്ലാഹി സെന്റർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം എപ്രകാരമാണോ ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് അപ്രകാരം തന്നെ തികഞ്ഞ ബോധ്യമായി തീരണം ആ അള്ളാഹു ശിക്ഷയുടെയും രക്ഷയുടെയും ഒരു സങ്കേതം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന്. കർമ്മങ്ങൾ കൃത്യമായി അളന്നു തൂക്കുന്ന ഒരു സങ്കേതമുണ്ട്. നമ്മുടെ വിചാരങ്ങൾ പോലും വിചാരണ ചെയ്യുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തെക്കുറിച്ചുള്ള ഭയവും ആ ദിനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് ഒരു സത്യവിശ്വാസിയെ തിന്മയിൽ നിന്ന് അകറ്റുകയും നന്മയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നത്. മറ്റൊരാളും രക്ഷിക്കുവാനില്ലാത്ത ഒരു സന്ദർഭം, ഒരു കൂട്ടുകെട്ടും സഹായത്തിനെത്താത്ത ഒരു സന്ദർഭം, ഒരു ബന്ധവും നമുക്ക് സുരക്ഷ നൽകാത്ത ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലേക്കുള്ള മുന്നൊരുക്കമാണ് ജീവിതത്തിന്റെ എല്ലാം. ആ ദിനത്തെക്കുറിച്ചുള്ള ഭയവും ആ ദിനത്തിലേക്കുള്ള മുന്നൊരുക്കവുമാണ് വിശ്വാസം കൊണ്ട് ലഭിക്കുന്ന ജീവിത സംശുദ്ധിയുടെ അടിസ്ഥാനം. നമുത്രതാ സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠിത ന പുത്രധാരാ ന ജ്ഞാതിർ ധർമ്മസ്ഥിഷ്ഠതി കേവല. സാമവേദം പറയുന്നുണ്ട്, പിതാവോ മകനോ പുത്രനോ മാതാവോ കുടുംബ ബന്ധങ്ങളോ ആരും സഹായത്തിനെത്താത്ത ഒരു ദിവസം. അവിടെ സഹായത്തിനെത്തുന്നത് ആരാണ്? ധർമ്മസ്ഥിഷ്ഠതി കേവല. നമ്മൾ ചെയ്തിട്ടുള്ള, മനുഷ്യൻ ചെയ്തിട്ടുള്ള നന്മകൾ മാത്രം, ധർമ്മം മാത്രം സഹായത്തിനെത്തുന്ന ഒരു ദിനമാണ് നാളെ വരാനിരിക്കുന്ന ദിനമെന്ന് വേദപുരാണങ്ങളും പറയുന്നുണ്ട്. ഖുർആൻ കൃത്യമായി ഇത് പറയുന്നു. നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ഒരു ദിനം, സൽക്കർമ്മം ചെയ്തവർക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്ന ഒരു ദിനം, അണുമണി തൂക്കം നന്മ ചെയ്തവർക്ക് കൃത്യമായി അതിന്റെ പ്രതിഫലം നൽകുന്ന ദിനം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ആരാണോ ഒരണുമണി തൂക്കം, വിശുദ്ധ ഖുർആന്റെ വിശദീകരണങ്ങളിൽ കാണുന്നത് ചെറിയ ഒരു ഉറുമ്പിന്റെ, ചെറിയ കാലിന്റെ ചെറിയ ഒരു പൊട്ട് എന്നാണ് മിസ്ഖാൽ ദർറത്തിൻ എന്ന വാക്കിന്റെ സാരം. മിസ്ഖാൽ ദർറത്ത് എന്ന വാക്കിന്റെ സാരം അത്രയും നിസ്സാരമായാണ് ഒരാളൊരു നന്മ ചെയ്തതെങ്കിൽ ആ നന്മയ്ക്ക് പ്രതിഫലം അവിടെ കാണും. എന്നാൽ തിന്മയോ അത്ര തന്നെ നിസ്സാരമായി സൂക്ഷ്മമായാണ് ഒരു തിന്മയുള്ളതെങ്കിലും ആ തിന്മയ്ക്കുള്ള ശിക്ഷയും ആ ലോകത്തിന് ഇന്നുണ്ട്. ഇങ്ങനെ തിന്മയെക്കുറിച്ചും ആ തിന്മയ്ക്ക് വരാനിരിക്കുന്ന ഒരു ശിക്ഷയുണ്ട് എന്ന വിചാരവുമായിരുന്നു 6-ാം നൂറ്റാണ്ടിനെ മാറ്റിപ്പണിതത്. ഒരിക്കൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി നടന്നു വരുന്നു. ആ പെൺകുട്ടി നബി തിരുമേനിയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാനൊരു അന്യപുരുഷനുമായി ശരീര സമ്പർക്കത്തിൽ പെട്ടുപോയി, ഞാനൊരു തിന്മ ചെയ്തു പോയി. പ്രവാചക തിരുമേനി അത് കേട്ടില്ലെന്ന ഭാവത്തിൽ തിരിഞ്ഞു നിന്നു. പക്ഷെ ആ പെൺകുട്ടി വിട്ടില്ല. റസൂൽ തിരുമേനി പറഞ്ഞു, നിനക്ക് തോന്നിയതായിരിക്കും. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അതേ റസൂലേ, അള്ളാഹുവിന്റെ റസൂൽ അത് കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഞാൻ ചെയ്ത പാപം കണ്ടിട്ടില്ല. എന്റെ ഉമ്മയോ എന്റെ ഉപ്പയോ എന്റെ ബന്ധുക്കളോ അത് കണ്ടിട്ടില്ല റസൂലേ. പക്ഷേ അങ്ങ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു അള്ളാഹുവില്ലേ റസൂലേ, ആ അള്ളാഹു കണ്ടിട്ടുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു പരലോകമില്ലേ റസൂലേ, ആ പരലോകത്തിൽ ഞാൻ കുറ്റവാളിയാകും റസൂലേ. ഈ പാപഭാരവുമായി അള്ളാഹുവിലേക്ക് എത്താൻ എനിക്ക് കഴിയുകയില്ല. എന്നെ ശുദ്ധയാക്കണം, തുഹിർനി യാ റസൂലല്ലാഹ് എന്നാണ് ആ പെൺകുട്ടിയുടെ വചനം. റസൂൽ തിരുമേനി പറഞ്ഞു, എങ്കിൽ നീ പ്രസവിച്ചതിന് ശേഷം വാ. പ്രസവിച്ചതിന് ശേഷം വാ എന്ന
റസൂൽ തിരുമേനിയുടെ നിർദ്ദേശം കേട്ട് ആ പെൺകുട്ടി വീട്ടിലേക്ക് പോയി. കൃത്യമായി പ്രസവിച്ചതിനു ശേഷം ചോരക്കുഞ്ഞിനെയുമായി ആ പെൺകുട്ടി നടന്നു വരുന്നു. അപ്പോൾ നബി തിരുമേനിയുടെ മറുവചനം, ആ കുട്ടിയോട് നിനക്കൊരു ബാധ്യതയുണ്ട്, കുഞ്ഞിന് മുല കൊടുക്കണം, മുലപ്പാല് കൊടുക്കണം, ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം വാ. കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം 24 മാസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി വീണ്ടും നടന്നു വരുന്നു. കയ്യിലൊരു അപ്പക്കഷ്ണവുമായി ഇരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെയുമായാണ് ആ കുട്ടി വരുന്നത്. ആ കുട്ടിയെ, തന്റെ കുട്ടിയെ പ്രവാചക തിരുമേനിയുടെ മുന്നിലിരുത്തി. എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നു, അല്ലയോ പ്രവാചകരെ, ഇവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ഉമ്മയ്ക്ക് തന്റെ കുട്ടിയോട് നിർവഹിക്കുവാനുള്ള ദൗത്യം ഞാൻ നിർവഹിച്ചിരിക്കുന്നു റസൂലെ, ഇനിയെങ്കിലും ശിക്ഷ നടപ്പിലാക്കണമെന്ന്, ശുദ്ധയാക്കണമെന്നാണ് റസൂലിനോട് ആ പെൺകുട്ടി പറയുന്നത്. പ്രവാചക തിരുമേനി ശിക്ഷ നടപ്പിലാക്കി. കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമത്തിൽ വിവാഹിതയായ വ്യഭിചാരിക്കുള്ള ശിക്ഷ. അങ്ങനെ ഓരോരുത്തരും കല്ലെറിയുന്ന സന്ദർഭത്തിൽ ഒരു കല്ല് തട്ടി ആ പെൺകുട്ടിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് ഒരു ചോരത്തുള്ളി ഖാലിദ് ബിൻ വലീദ് എന്ന മഹാനായ സ്വഹാബി വര്യന്റെ കബളിൽ കൊണ്ടു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ കുറിച്ച് എന്തോ മോശമായ ഒരു വചനം പറഞ്ഞു. ഇത് കേട്ട സ്നേഹത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അങ്ങനെ പറയരുത് ഖാലിദ് എന്നാണ്. അങ്ങനെ പറയരുത് ഖാലിദ്. ആ പെണ്ണ് അവളുടെ ഉള്ളു നിറയെ തൗബ ചെയ്തിട്ടുണ്ട്, മനസ്സു നിറയെ അവൾ പരിതപിച്ചിട്ടുണ്ട്, ഉള്ളറിഞ്ഞ് അവൾ അനുതപിച്ചിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അവളുടെ തൗബയെങ്ങാനും ഈ മദീനയിലെ 70 ആളുകൾക്ക് വീതം വെച്ചാലും ബാക്കിയുണ്ടാവും ഖാലിദ് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. ഞാൻ സൂചിപ്പിച്ചത് പാപങ്ങളെ കുറിച്ചുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ്. സ്വന്തമായും സ്വകാര്യവുമായി ചെയ്ത എത്ര വലിയ നിസ്സാരമായ തിന്മയും എത്ര വലിയ പാപവും ഉള്ളിൽ തീയായി പടരുന്നു, അസ്വസ്ഥതയായി മാറുന്നു, കണ്ണിനെ നനയിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസ്ഥയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുന്നു. റസൂൽ തിരുമേനി പറയുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് അയാൾ ചെയ്ത ചെറിയ പാപങ്ങൾ പോലും വലിയ ഒരു മല പോലെയാണ് അനുഭവപ്പെടുക. എന്നാൽ ഒരു അവിശ്വാസിക്ക് അയാൾ ചെയ്ത വലിയ പാപങ്ങൾ പോലും മുന്നിലൂടെ പാറിപ്പോയ ഒരു ഈച്ചയെ പോലെയാണ് തോന്നുക. നിസാരമായി അലസമായി അതിനെ വിടും. അതിനെ ശുദ്ധീകരിക്കുവാൻ, ആ പാപത്തിൽ നിന്നൊന്ന് മടങ്ങാൻ, നന്മയിലേക്കൊന്ന് വരാൻ, നേരുള്ള വിശ്വാസം കൈവരിക്കാൻ, നേരായ ജീവിതം ശീലിക്കുവാൻ അവർ ഒരുങ്ങുകയില്ല എന്ന് അവിശ്വാസികളെ കുറിച്ച് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിന് അർത്ഥം പകരുന്നത്, പാപങ്ങളിൽ നിന്ന് അകറ്റുന്നത് നല്ല ശീലങ്ങളും നല്ല സംസ്കാരവും നല്ല സംവേദനങ്ങളും നല്ല ബന്ധങ്ങളും നല്ല വായനയും നല്ല സൗഹൃദവും നല്ല അച്ചടക്കവും ഒരു മനുഷ്യന് ലഭിക്കുന്നത് സാമ്പത്തികവും സാംസ്കാരികവും സമ്പർക്കപരവുമായിട്ടുള്ള സർവ്വ മേഖലകളിലും ജീവിത വഴികളിലും അയാൾക്ക് കൃത്യമായ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത്, ഇതാണ് നന്മയെന്ന് കാണിച്ചു കൊടുക്കുന്നത്, ഇതിലൂടെയാണ് പോകേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നത് വിശ്വാസമാണ്, ആദർശമാണ്. ആ ആദർശമാണ് ജീവിതമെങ്കിൽ ആ ആദർശമാണ് നമ്മുടെ അതിർത്തിയും. ആ അതിർത്തിക്കപ്പുറത്ത് ഒരു വിശ്വാസിയുടെ കണ്ണോ, ഒരു വിശ്വാസിയുടെ കാതോ, ഒരു വിശ്വാസിയുടെ ഹൃദയമോ, ഒരു വിശ്വാസിയുടെ കൈകാലുകളുടെ പ്രവർത്തനമോ കർമ്മ വഴികളോ പ്രവേശിക്കുവാൻ പാടില്ല. ആദർശത്തെ അതിർത്തിയാക്കുക എന്ന നിബന്ധനയാണ് സത്യവിശ്വാസം കൈവരുത്തുന്ന ഏറ്റവും വലിയ പാഠം. ആ പാഠത്തിലേക്കാണ് ഇസ്ലാഹി സെന്റർ നിങ്ങളെ ക്ഷണിക്കുന്നത്. തിന്മയോട് അകലുകയും അതേ തിന്മയോട് പോരാടുകയും ചെയ്യുന്ന ചങ്കുറപ്പിലേക്ക്, നെഞ്ചൂക്കിലേക്കാണ് നമുക്ക് കടന്നു വരാനുള്ളത്. പാപങ്ങൾ പൂത്തുനിൽക്കുന്ന സാഹചര്യങ്ങളിലും അവയോട് സമരം ചെയ്യുവാനുള്ള ആർജവം ഒരു വിശ്വാസിക്കുണ്ടാവണം. നമുക്ക് കൂട്ടായ്മയോടുകൂടി പൊരുതുവാനുള്ള ഒരുപാട് തിന്മയുടെ വേതാള രൂപങ്ങളുണ്ട് ഇവിടെ. ആ വേതാള രൂപങ്ങളോട്, ആ പൈശാചിക പ്രവണതകളോട് ചങ്കുറപ്പോടുകൂടി എല്ലാ സന്ദേഹങ്ങളും ഒഴിച്ചു നിർത്തി സമരം ചെയ്യുവാനുള്ള കൂട്ടായ്മയോടുകൂടി അവയ്ക്കെതിരെ പടയണി കെട്ടുവാനുള്ള ഈ പുതിയ തലമുറയെ കുറിച്ചുള്ള ആധിയും വേവലാധിയുമാണ് അത്തരമൊരു പടയണിക്ക് നമുക്ക് പ്രേരണ നൽകുന്നത്. അത്തരമൊരു കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നേരായ വിശ്വാസം കൊണ്ട് കൈവരുന്ന നേരുള്ള ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവ്വലോക രക്ഷിതാവിന്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.